ഇത് കണ്ട, ഇത് വേലിയെന്ന് എടുക്കുന്ന സാധനമാണ്. ഈ വേലിയെന്ന് വരെ സാധനം എടുത്ത് ഈള് തോരനുണ്ടാക്കി ഞങ്ങൾ രണ്ടും കൂടെയാണ് കഴിക്കുന്നത്. ഇതിന്റെ ഗുണം നോക്കുമ്പോൾ നമ്മളങ്ങ് തിന്നുപോകും. വേലിച്ചിര എന്നാണ് പറയുന്നത്. പിന്നെ ഒരു നാമധേയമുണ്ട്, ചിക്രുമാനീസ് എന്നും പറയും. ഇതിന്റെ പേര് തന്നെ ഔഷധച്ചേമ്പെന്ന. ഇത് ഈ സാധനം കണ്ടോ, പേര് ഔഷധച്ചേമ്പ്. ഔഷധച്ചേമ്പെന്നാണ് തോരൻ വെക്കാം. ഇതിന്റെ പേര് മുറികൂടിപ്പച്ച എന്നാ. മുറികൂടിപ്പച്ച. ഇത് നമ്മൾ മുറിവുണ്ടാകുമ്പം ഇങ്ങനെ ഞെരടി നീരൊഴിക്കുക, പെട്ടെന്ന് മുറി കൂടി ഉണങ്ങിപ്പോവും. ഇത് കൊടകൻ. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഇതാ. വെള്ളം തിളപ്പിച്ച് കുടിക്കും. അപ്പം ഉണ്ടാക്കി അരച്ച് അരിപ്പൊടിക്കകത്ത് ഇട്ട് അപ്പം ഉണ്ടാക്കി ഇങ്ങനെ ഒറോട്ടി പോലെ ഉണ്ടാക്കി കഴിക്കും. ഇതിന്റെ പേര് ചായ മിൻസ എന്നാ. ചായ മിൻസ എന്നാ പറഞ്ഞ് ഞങ്ങൾ കേട്ടിരിക്കുന്നേ. അല്ലല്ല, ഇത് തോരൻ വെക്കുന്ന സാധനമാണ്. ഞങ്ങൾ മൂന്നാറിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി, ബന്ധുക്കളുടെ വീട്ടിൽ പോയപ്പം അവിടുന്ന് കൊണ്ടുവന്നയാ. മൂന്നാറ്. അതിന് അല്പം തമിഴ് ചൊവയൊക്കെ ഉണ്ട്. തോരത്തിനില്ല, തോരൻ നമ്മുടെ മലയാളികളെ വെക്കും. ഇത് അരിഞ്ഞു ചെറുതായി അരിഞ്ഞ് പരിപ്പിട്ട് തോരൻ വെക്കുവോ, അല്ലെ മുട്ട ചിക്കി പിന്നെ തോരൻ വെക്കുകയോ ചെയ്യാം. അങ്ങനെ പോയതും ഇവിടെ മൊത്തത്തെ ഇവിടെ പറഞ്ഞ് മൊത്തം കണ്ടിട്ട് പോയച്ചാ മതി. പെട്ടെന്ന് കാണിക്കാനൊക്കെ നടന്ന് നപ്പിയൊക്കെ നോക്കണം. ഇവിടൊക്കെ ഇനി എന്തെല്ലാം ഇനി വേണ്ടെന്ന് ചോദിച്ചാൽ അത് എന്ത് ഞങ്ങൾ പറയാം, ഇതിന്റെ അടുത്ത് പോണെന്ന് പറയാം. ബാ കയറി വാ. ഇതായത് മഞ്ഞളാണ്. ഇത് ഈ മഞ്ഞളെന്ന് പറയുന്നത് ഞങ്ങള് പുഴുങ്ങി ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്ത് ചെയ്തിട്ടുണ്ട്, അല്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണ് പറയുന്നത്. ഇപ്പം ഇതെടുത്തിരിക്കുന്നത് പറിച്ചിട്ട് ഞങ്ങൾ അരിഞ്ഞ് ഉണക്കും. ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ മഞ്ഞൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് വെള്ളക്കൂവ. ഇത് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പുറത്തുള്ളവർ പലതും ചെയ്യുമായിരിക്കും, കുറേ അറിവുള്ളവർ പലതും. ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഉണക്കി ഞങ്ങളുടെ മെഷീനിൽ തന്നെ ഇട്ട് പൊടിച്ച് അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 100ഓളം ഔഷധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. വെള്ളം ഇപ്പൊ ഈ റോഡ് വന്നപ്പം വെള്ളം പൊങ്ങി ഇങ്ങനെ നശിച്ചു പോകും. എല്ലാം പോയി. ആയുർവേദത്തിന് ഒരുപാട് പേര് ഇവിടെ വന്ന് എല്ലാം കളക്ട് ചെയ്യും. ഇതും ഒരൗഷധമാണ്, പഴയ കാലത്തെ ചെത്തിയപ്പാണ്. ഇതും ഇതിന്റെ പിന്നെ വേരെടുത്ത്, അത് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഉള്ളതാ. വേരെടുത്ത് നമ്മുടെ ശരീരത്തിൽ ചൊറിയുന്നതിനും ഒക്കെ ഇട്ട് മാറുമെന്ന്. പിന്നെ എണ്ണ മുറുക്കി തേക്കും. ഇതും പിള്ളേർക്ക് എണ്ണ മുറുക്കി തേക്കും. ഈ ചെത്തിയുടെ പൂവും മൊട്ടും ഇതിൻ്റെ വേരും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ പിള്ളേർക്കും ഒക്കെ ചെറുതായിരുന്നപ്പം ചെയ്തിട്ടുണ്ട്. 2 വലുതാ. ഇപ്പം പിള്ളേർ വലുതാ, അവരുടെ മക്കളുമായി. അവരുടെ കല്യാണ പ്രായമൊക്കെ ആയിരിക്കും. അതെ. എന്റെ പേര് രമാദേവി. രമേശൻ, റിട്ടയർഡ് വെഹിക്കിൾ സൂപ്പർവൈസർ, KSRTC. ഞാൻ വീട്ടമ്മ. ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നെ കൊണ്ട്. എനിക്ക് 76. എനിക്ക് 70. സുഖജീവിതം, സുഖഭക്ഷണം. പിന്നെ ഞങ്ങളുടെ ഭക്ഷണം ഞാൻ ചോദിക്കുമ്പോൾ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 75. ഞാനിവിടെ വരാനുള്ള കാരണം നിങ്ങളുടെ ഈ ആരോഗ്യവും നിങ്ങളുടെ ഈ ഒരു എനർജിയും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടാ. അപ്പൊ അതൊന്ന് വിശദീകരിക്കണം. ഞങ്ങള് രാവിലെ 3:30ക്കും 4 മണിക്കും ഇടയ്ക്ക് ഞങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റാൽ ആദ്യമേ 1 ലിറ്റർ വെള്ളം കുടിക്കും. എഴുന്നേറ്റാൽ ഉടനെ തന്നെ. അത് കഴിഞ്ഞിട്ട് ദിനചര്യകൾ എല്ലാം നോക്കി ഷേവ് ചെയ്യും. ആ ഷേവ് ചെയ്തിരുന്ന് കഴിഞ്ഞിട്ടുടനെ എക്സസൈസ് ചെയ്യും. ആ എക്സസൈസ് ചെയ്തതിന് ശേഷം 4:45, 4:50, 5 മണിക്ക് മുമ്പായിട്ട് ഞാൻ നടക്കാനിറങ്ങും. നടക്കാനിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 5:50 എത്തും. 5:50 എത്തിക്കഴിഞ്ഞാൽ ഈ ചർച്ച, ഈ ടി വിയിൽ ചർച്ച കേൾക്കും. ആ ചർച്ച കേട്ട് 6 മണിയാകുമ്പം 5:50, 6:60 പത്രം വരും. അതിൻ്റെ അകത്ത് ആരോഗ്യ പറഞ്ഞുണ്ട്. അതിനകത്ത് ഏതെല്ലാം കഴിച്ചാൽ എന്തെല്ലാം ആണെന്നൊരു പ്രത്യേകതയുണ്ട് ആ പത്രത്തിന്. അപ്പം അത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, ഏതെല്ലാം ചെയ്യാൻ പറ്റും, ആ ഭക്ഷണ രീതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ വെച്ച്
ഞങ്ങളുടെ കാര്യങ്ങളും നടത്തണം, ഇത് നടത്തണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൃഷിക്കാരനായ എന്നുള്ള ലെവലിലല്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങളിത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതൊക്കെ ഇപ്പോൾ കൃഷിയെന്ന് പറയാനും നോക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി അത് കണ്ട് മനസ്സിലാക്കി തരാം, കാണിച്ചു തരാം. കപ്പക്കിഴങ്ങ് പറിക്കാറായോ? ആ കപ്പക്കിഴങ്ങ് പറിക്കാറായെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ, ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പറിക്കും. 360 ദിവസം വേണം. വെള്ളം വരുമ്പോൾ നശിച്ച് കുറേ പോകും. നോക്കാം, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നോക്കട്ടെ. എപ്പോഴും കാണത്തില്ല. എടുത്തു. ഇതാണ് ഇതാണ് സാധനം. കുറച്ച് കളറുണ്ടല്ലോ ഇതിന്. ഈ ടൈപ്പ് നല്ല കളറാണ്. ഇതാണ്, ഈ ടൈപ്പാണ് ഇവിടെ ഉള്ളത്. വേറെ ടൈപ്പ് വെള്ളം ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയി. പച്ചക്ക് കഴിക്കാൻ പറ്റുമോ? പച്ചക്ക് ഏറ്റവും നല്ലത് പച്ചക്ക് കഴിക്കുന്നതാണ്. ഞങ്ങള് പറമ്പ് ഞാൻ പണി ചെയ്യുമ്പോഴേക്കും ഇത് മൊത്തം ഞാൻ കിളച്ചിട്ടിരിക്കുന്നതാണ്. ഈ കിളയ്ക്കാൻ നേരത്ത് ഇത് കിട്ടുമ്പോൾ ഉടനെ ഞാൻ ഒരെണ്ണം 2-3 എടുത്ത് ഇങ്ങ് തിന്നും. അപ്പോൾ വിഷമം തീരും, ആരോഗ്യവും. അതൊക്കൊന്നും പ്രശ്നമല്ലേ അപ്പൊ? അല്ല, അധികം പറിച്ചോളെ അഴുക്ക് കാണത്തില്ല. കഴിച്ചു. ഇതിനെന്ന് പറഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ എന്ത് സാധനം എന്ത് കഴിച്ചാലും ഒരു അസുഖം ഉണ്ടാകും. വാ, ഇതാ തക്കാളി, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള കുറച്ചുണ്ട്. തക്കാളിയുടെ പൂത്ത് വയ്ക്കുന്നത് കാ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഇവിടെയുണ്ട്. ഇതാ കായുള്ളതാണ്. ഇവിടെ ഇത് കായ പിടിച്ചു വരുന്നുണ്ട്. ഇതേ വരുന്നുണ്ട്. പിന്നെ വെണ്ടയാ. ഇത് ഇന്നിപ്പോൾ വിളവെടുത്ത് ഞങ്ങൾ രാവിലെ. പക്ഷേ ഇത് കൊമ്പം ഇത്രയും വലിപ്പം ഉണ്ടാവും. 2 എണ്ണം മതി ഞങ്ങൾക്ക്. ഇവിടെ 2 എണ്ണം ഞങ്ങൾക്ക് മതി. 2 വെണ്ടയ്ക്ക മതി. അത്രയും വലിപ്പം ഉണ്ടാവും. വഴുതന ഉണ്ട്. എല്ലാം ഇത് വലുതാവും, ഇതും വലുതാവും. കൂടാതെ ഒരു സംഗതി കാണിച്ചു. ഇത് ഞങ്ങൾ പണ്ട് കുളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പുറത്ത് കുടിച്ചുകൊണ്ടിരുന്നൊരു കുളമുണ്ട്. അപ്പോൾ ഇതിനകത്ത് മത്സ്യങ്ങളുണ്ട്, ആമകളുണ്ട്. ഇത് ആർക്കും അറിയില്ല. ഞങ്ങളായിട്ട് അവർക്കും ഒരു ചിട്ടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം അറിയാം. അത് ഉച്ചയാകുമ്പോൾ ഒരു 12:30 മണിയാകുമ്പോൾ കഥ തുറക്കുന്ന സമയം നോക്കുമ്പോൾ നിങ്ങളെല്ലാം ഇവിടെ വരും. ഇടിയാതെ കയറിക്കൂ. ഇനി ഒരു സംഗതി കാണിച്ചു തരാം. എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഒരു സംഗതി ആണെങ്കിൽ പോലും ഇത് പിടിച്ചേ, കണ്ടോ? ഇത് ഞങ്ങളുടെ തെങ്ങേന്ന് വീഴുന്നതാണ്. ഇടാറില്ല. ഇടാറുണ്ട്, വല്ലപ്പോഴും കൂടിയൊക്കെ ഇടത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഉണക്കിയെടുത്തിട്ട് ഇത് കൊട്ടത്തേങ്ങയാക്കും. സാധാരണഗതിയിൽ പൊതിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ഇട്ടാണെങ്കിൽ നമ്മൾ ആട്ടാൻ എടുക്കുന്നത്. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ ഇത് കൊട്ടത്തേങ്ങയാക്കും. ഇതിൻ്റെ വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പറ്റി ആ കൊട്ടത്തേങ്ങ പൊളിച്ച് കഴിയുമ്പോൾ നല്ലപോലെ ഉണങ്ങി ഇതിരിക്കും. ഇതുകൊണ്ട് ആട്ടിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. ഒരുപാട് അതായത് വെള്ളം ഉൾപ്പെടെ പറ്റി എടുത്തിരിക്കും. അപ്പോൾ അങ്ങനെ കൊട്ടത്തേങ്ങയായിട്ടാണ് ഞങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് 36 കിലോ വെളിച്ചെണ്ണ കിട്ടി ഞങ്ങൾക്ക്. കപ്പക്കിഴങ്ങെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ആളുകൾക്ക് ഇത് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഇതാണ് കപ്പക്കിഴങ്ങാണ്. അല്ല, കൊണ്ടുണ്ട്, വേറെ ഉണ്ട്. പറമ്പ് ഇത്തരം പറമ്പുണ്ട് പലയിടത്തായിട്ട് പല രീതിയിലാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പം ഈ അടുത്ത ദിവസം ഞാൻ കളച്ച് പറിച്ചതാണ് ഈ ചേന എന്ന് പറയുന്നത്. ഈ കിടക്കുന്നതൊക്കെ അത് തന്നെ. ഇതെന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് മാങ്ങ ഇഞ്ചി എന്നാണ് പറയുന്നത്. ഇത് മാങ്ങയുടെ അതേ ടേസ്റ്റാണ്. ഇത് വെച്ച് ചമ്മന്തി അരിച്ച് താങ്കൾക്കോ ആർക്ക് തന്നാലും പറയത്തില്ല ഇത് മാങ്ങയല്ലെന്ന് ആരും പറയത്തില്ല. ഇത് പുതിനയായത്. അതെ, ഇത് പുതിന. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, കടകളിൽ കിട്ടും. ഇത് ഇത് തന്നെ കൂടുതൽ. ഇത് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് പച്ചയ്ക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇത് ഉണക്കി പൊടിച്ചിട്ട് തേയിലയ്ക്കകത്തിടും. ഇത് അപ്പം സ്വല്പം തേയില ഇട്ടാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതിനൂടെ കിട്ടും. അപ്പം വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കും കാപ്പി വേണോ, ചായ വേണോ, പുതിനായിട്ടത് വേണോ, ഇങ്ങനെ ചോദിക്കും. ചിലപ്പം വെറും ചായ ഇട്ട് കൊടുക്കും. ആരെയും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യത്തില്ല. ഈ ജമന്തി ഇത് വെച്ചിരിക്കുന്നത് ഇതിനൊരു പ്രതിരോധ ശക്തിയുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, പൂർവികന്മാർ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ബുക്കുകളിലൊക്കെ ഉണ്ട്. മഞ്ഞളാണോ? മഞ്ഞളുണ്ട്. മഞ്ഞൾ പറിച്ചു കഴിഞ്ഞ് നമ്മൾ ഇപ്പം അടുത്ത നടാനായിട്ട് കിളച്ചെല്ലാം ഇട്ടിരിക്കുന്നു. പറിച്ച വിത്തുകൾ അപ്പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടുത്തെ അത് ഇത്തരം സ്ഥലമുള്ളത് കൊണ്ട് സ്ഥലത്തിൻ്റെ അനുസരിച്ച് തെങ്ങും എല്ലാം ഞങ്ങൾ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ജോലി ഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് ഞങ്ങളുടെ രഹസ്യം.